നിങ്ങളുടെ കുഞ്ഞ് എഴുതാൻ തയ്യാറാണോ? ആദ്യം ഇത് കാണൂ. നിങ്ങളുടെ കുഞ്ഞിനെ നേരിട്ട് അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു നിമിഷം കാത്തിരിക്കൂ. അതിനു മുമ്പ് കുട്ടി തയ്യാറായിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ അവസാനം വരെ കാണുക. വെൽക്കം ടു ലിറ്റിൽ ബ്ലൂം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് വേണ്ടത് ഒരു വെളുത്ത A4 പേപ്പറും കുറച്ച് നിറമുള്ള ക്രയോണുകളും മാത്രം. ചെറിയ കുട്ടികൾക്ക് കട്ടിയുള്ള ക്രയോണുകൾ പിടിക്കാൻ എളുപ്പമാണ്, ചിലർക്ക് കട്ടിയില്ലാത്തതും. കുട്ടിയെ സ്വതന്ത്രമായി സ്ക്രിബ്ലിംഗ് ചെയ്യാൻ അനുവദിക്കുക. എന്താണ് സ്ക്രിബ്ലിംഗ്? സ്ക്രിബ്ലിംഗ് എന്നാൽ കുട്ടിയുടെ ആദ്യത്തെ എഴുത്ത് പരിശീലനമാണ്. ആദ്യം കുട്ടിയെ സ്വതന്ത്രമായി സ്ക്രിബ്ലിംഗ് ചെയ്യാൻ അനുവദിക്കൂ. ചിത്രം മനോഹരമാകണമെന്നില്ല. ഇത് ചെറിയ കുട്ടികൾക്കും മുതിർന്ന കുട്ടികൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. മുതിർന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും കുറച്ച് പിറകിലായ മക്കൾക്ക് വളരെയധികം ഉപകാരമാണ്. ഇതിന് പൂർണ്ണമായും രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും പരിപൂർണ സപ്പോർട്ടാണ് ആവശ്യം. കുട്ടി സ്ക്രിബ്ലിംഗിൽ ആത്മവിശ്വാസം നേടിയാൽ ഇനി ലളിതമായ വരകളിലേക്ക് പോകാം. ഈ വരകളാണ് പിന്നീട് അക്ഷരങ്ങൾ എഴുതാൻ സഹായിക്കുന്നത്. കുട്ടിയുടെ കൈ പിടിച്ച് ബലമായി എഴുതിക്കരുത്. തെറ്റുകൾ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തരുത്. ദിവസവും 5-10 മിനിറ്റ് മതി. ഓരോ ചെറിയ ശ്രമവും പ്രശംസിക്കുക. ഇനി സ്ക്രിബ്ലിങ്ങിനെ കുറിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും പെൻസിൽ ഗ്രിപ്പാണ്. പെൻസിൽ പിടിക്കാനുള്ള ഒരു കഴിവ്. അതെങ്ങനെയാണ് പിടിക്കുന്നതെന്നും അതുകൊണ്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും മനസ്സിലാക്കുക. ഇനി വിവിധ തരം സ്ക്രിബ്ലിങ്ങിനെ കുറിച്ച് പരിചയപ്പെടാം. ആദ്യത്തേത് സൈഡ് ടു സൈഡ് ലൈൻസ്. ഇത് വലത് നിന്ന് ഇടത്തോട്ടും ഇടത് നിന്ന് വലത്തോട്ടും വരയ്ക്കുന്ന വരകളെയാണ് സൈഡ് ടു സൈഡ് ലൈൻസ് എന്ന് പറയുക. ഇതുപോലെ വരച്ചു കൊടുക്കുക. അത് കാണിച്ചു കൊടുത്ത് കുട്ടിയെ അതുപോലെ വരപ്പിക്കുക. അടുത്തതായി റൗണ്ട് ആൻഡ് റൗണ്ട് സർക്കിളാണ്. ഇത് വൃത്തത്തിലാകാം, വൃത്തത്തിൻ്റെ അതേ ഷേപ്പിലാകാവുന്ന കുത്തിവരകളാണ്. ഇതുപോലെ വരയ്ക്കുക. കുട്ടിയോട് അതുപോലെ വരയ്ക്കാൻ പ്രേരിപ്പിക്കുക. വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ വരയ്ക്കാനും പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നീട് അപ്പ് ആൻഡ് ഡൗൺ ലൈൻസ്. താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും വരയ്ക്കുന്ന വരകളാണ് ഇത്. അവസാനമായി സിഗ്സാഗ് ലൈൻസുകളാണ്. ഇത് വരച്ചു കൊടുക്കുക, അതേപോലെ വരയ്ക്കാൻ പറയുകയും ചെയ്യുക. പ്രധാനമായും ടീച്ചറുടെയും പാരൻറ്റിൻ്റെയും സപ്പോർട്ടാണ് ഇതിനാവശ്യം. അവസാനമായി കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ട് കളർ ചെയ്യാൻ പറയുന്നത് ഒരു രസകരമായ വർക്ക്ഷീറ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ നമുക്ക് സ്ക്രിബ്ലിങ്ങിനെ കുറിച്ച് പറയാൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ഏതാണെന്ന് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് ലൈനിനെ കുറിച്ചാണ്. എഴുതുന്നതിന് തൊട്ട് മുന്നേയുള്ള വരകളെയാണ് ബേസിക് ലൈനുകൾ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.